ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് നല്ല ഒരു ദിവസം നേരി. ഈ ഈശോ നിൻ്റെ ജീവിതത്തിലേക്ക് ഈ പ്രഭാതത്തിൽ കടന്നു വരട്ടെ എന്ന്, ഈശോയുടെ ധന്യനാമത്തിൽ ഒരു പുതിയ പ്രദേശം നിൻ്റെ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഈശോ കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളെ ചെയ്യുക. കാണുന്നവർക്കൊക്കെ സൗഖ്യം, വിടുതൽ, ആശ്വാസത്തിൻ്റെ വചനം, ആശ്വാസത്തിൻ്റെ സ്പർശം. പക്ഷേ ഈശോയുടെ ഈ പ്രവർത്തന മേഖലകളിൽ കരടായിട്ട് നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. ഫരീസയരുണ്ട്, നിയമജ്ഞരുണ്ട്. എല്ലാത്തിലൊക്കെ കുറ്റം കാണുവാനായിട്ട് കടന്നു വരുന്ന വ്യക്തികൾ, നിയമത്തിൻ്റെ നൂലാമാലകൾ പിടിച്ചുകൊണ്ട് ഈശോയുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തിയിരുന്നവർ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 7-ാം അധ്യായം 6-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ പറയുക: ഈ ജനം അധരങ്ങൾ കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ ദൂരെയാണ്. ഫരീസയരെ നിയമജ്ഞരെയും കുറിച്ച് ഈശോ പറയുക, ഇവർ അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കും, ഇവർ എനിക്ക് സ്തുതികൾ പാടും, ദൈവത്തെ സ്തുതിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയം വളരെ അകലെയാണ്, കരുണ തെല്ലുമില്ല. ഫരീസയരെ നിയമജ്ഞരെ കുറിച്ചുമാണ് പറയുന്നതെങ്കിലും ഈ പ്രഭാതത്തിൽ നീ ചങ്കിലേക്കൊന്ന് കൈവച്ചിട്ട് നീ ഒന്ന് ചിന്തിക്കണം. നിയമത്തിൻ്റെ നൂലാമാലകളിൽ കുടുങ്ങിക്കടന്നുകൊണ്ട് നിന്നിൽ നിന്ന് കാരുണ്യം വറ്റുന്നുണ്ടോ? നിൻ്റെ അടുത്ത് നിൽക്കുന്ന സങ്കടപ്പെടുന്ന വ്യക്തികളിലേക്ക്, നിൻ്റെ കുടുംബത്തിലുള്ള ഒറ്റപ്പെട്ടു പോയ വ്യക്തികളിലേക്ക് ശ്രദ്ധ കൊടുക്കുവാനായിട്ട്, ഹൃദയം കൊടുക്കുവാനായിട്ട്, ഒന്ന് ചേർത്ത് പിടിക്കുവാനായിട്ട്, ആശ്വസിപ്പിക്കുവാനായിട്ട് പ്രിയ സഹോദര സഹോദരി, നിനക്ക് എത്രത്തോളമൊക്കെ സാധിക്കുന്നുണ്ട്? സങ്കടപ്പെടുന്നവരില്ലേ നിൻ്റെ ചുറ്റും? തകർന്നു പോയവരില്ലേ? തളർന്നു പോയവരില്ലേ? എത്രത്തോളം ഈ ഈശോയുടെ കാരുണ്യം നിൻ്റെ ഹൃദയത്തിൽ നിന്ന് അവരിലേക്ക് ഒഴുകുന്നു? അത് നീ കുറ്റപ്പെടുത്തിയാണോ? അവരെ കുറവുകൾ കണ്ടിട്ട് നീ ഇന്നത് കൊണ്ട് അവർക്ക് വന്നതെന്ന് പറഞ്ഞിട്ട് നീ വഴി മാറിപ്പോവുകയാണ്? ഈശോയെ കൊടുക്കണം, നമുക്ക് സാധിക്കും. നമുക്ക് കണ്ണുകൾ അടച്ച് കരങ്ങൾ ചേർത്ത് പിടിക്കും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തെ നന്ദിയോടുകൂടി ഓർക്കുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്നെ പോലെ കരുണ കാണിക്കുവാന്, സങ്കടപ്പെടുന്നവരെ ചേർത്ത് പിടിക്കുവാന്, അവർക്കൊരു ക്രിസ്തു ഉണ്ടെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കുന്നു. ഈ വ്യക്തി ഏതെങ്കിലും സങ്കടത്തിലാണെങ്കിൽ നിന്റെ നാമത്തിൽ ഉത്തരവാദിത്വം. ഈ ദിവസത്തിന് വേണ്ട കൃപകളും നന്മകളെല്ലാം ഈ വ്യക്തിക്ക് ഈ നിമിഷം ലഭിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിക്കുമ്പോൾ അപദാനം പാടിടാം. ആ പൂജിതമാ രക്ഷാനാമം